സാരംഗി സ്പീക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗ്രീക്ക് ഇതിഹാസങ്ങളും കഥകളും ഒന്നും കാര്യമായി അറിയാത്ത ആൾക്കാർക്ക് പോലും പരിചിതമായ ഒരു പേരാണ് നമ്മുടെ ഇന്നത്തെ നായകൻ്റേത്, ഹെർക്കുലീസ്. ശരിക്കും പറഞ്ഞാൽ ഗ്രീക്കുകാർക്ക് ഇദ്ദേഹം ഹെറാക്ലീസ് ആണ്. റോമൻ കഥകളിലാണ് ഹെർക്കുലീസ് എന്നുള്ള നാമം വരുന്നത്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും ജനിച്ച് ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ നേരിട്ട് ഒരു ദേവസ്ഥാനത്തേക്ക് എത്തിയ ഹെർക്കുലീസിൻ്റെ മനോഹരമായ കഥ, ഒരുപാട് വെല്ലുവിളികളും സാഹസങ്ങളും നിറഞ്ഞ കഥ മൊത്തത്തിൽ പറയുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഹെർക്കുലീസിൻ്റെ കഥകളിലേക്ക് സ്വാഗതം. ഹെർക്കുലീസിൻ്റെ മാതാപിതാക്കൾ ദേവരാജാവായ സ്യൂസും ഒരു മനുഷ്യ സ്ത്രീയായ ആൽക്മിനിയും ആണ്. ആൽക്മിനിയുടെ പൂർവ്വികരെ തിരക്കി പോയാൽ നമ്മൾ പെർസിയസിൽ ചെന്നെത്തും. പെർസിയസിൻ്റെ മകനായ ഇലക്ട്രിയോണിൻ്റെ മകളാണ് ആൽക്മിനി. നമ്മൾ പെർസിയസിൻ്റെ കഥ പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു ഹെർക്കുലീസിൻ്റെ പൂർവികരുടെ കൂട്ടത്തിൽ പെർസിയസ് ഉൾപ്പെടുമെന്ന്. ഡെമി ഗോഡാണ്, അതായത് മനുഷ്യ സ്ത്രീകളിലെ ദേവരാജാവിനുണ്ടായ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനശ്വരനല്ല, മനുഷ്യരെ പോലെ തന്നെയാണ് മരണമുണ്ട്. ഇനി നമുക്ക് ഹെർക്കുലീസിൻ്റെ ജനനകഥയിലേക്ക് കടക്കാം. അതിസുന്ദരിയും ബുദ്ധിമതിയും ഒക്കെ ആയിരുന്ന ആൽക്മിനിയെ ശരിക്കും പറ്റിച്ചിട്ടാണ് ദേവരാജനായ സ്യൂസ് അവളിൽ കുട്ടിയുണ്ടാക്കിയത്. അതായത് ആൽക്മിനിയുടെ ഭർത്താവ് ആംഫിട്രിയോൺ ആണ്. ആംഫിട്രിയോൺ ഒരു യുദ്ധത്തിന് പോയിരുന്ന സമയത്ത് ആംഫിട്രിയോണിൻ്റെ വേഷത്തിലാണ് സ്യൂസ് ആൽക്മിനിയുടെ അടുത്തേക്ക് എത്തിയത്. സ്യൂസ് ആൽക്മിനിയുടെ അടുത്ത് വന്നുപോയ ഉടനെ തന്നെ ആംഫിട്രിയോൺ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തുകയും മുൻപേ പോയ ആളല്ല ഇപ്പോൾ വന്നതെന്ന് മനസ്സിലാക്കാതെ വീണ്ടും ആൽക്മിനിയുമെ ഒന്ന് ചെയ്യിക്കുകയും അങ്ങനെ ഹെർക്കുലീസിന് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായെന്നാണ് പറയുന്നത്. ഹെർക്കുലീസിൻ്റെ ഇരട്ട സഹോദരൻ്റെ പേര് ഇഫിക്ലിസ് എന്നാണ്. നമ്മൾ ലെഡയുടെ കഥ പറഞ്ഞപ്പോൾ, അതായത് ഹെലനും ക്ലൈറ്റമിനസ്റ്റിനും ഉണ്ടായ കാര്യത്തിലും സ്യൂസ് ഇത്തരം ഒരു പണിയാണ് ഒപ്പിച്ചതെന്ന് നമുക്ക് കാണാം. സ്യൂസിൻ്റെ കുട്ടിയും കൂടിയാണ് ആൽക്മിനിയുടെ ഉദരത്തിൽ വളരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കോപിഷ്ഠയായത് സ്വാഭാവികമായും ആരായിരിക്കും? ഹെര തന്നെ. ഹെര തൻ്റെ പതിവ് കലാപരിപാടികളുമായി രംഗത്ത് വന്നു. ലെറ്റയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പോളോയുടെയും ആർട്ടിമസിൻ്റെ അമ്മയായ ലെറ്റയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ആൽക്മിനിയുടെയും പ്രസവം വളരെ താമസിപ്പിച്ചു. ഈ പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ആൽക്മിനിക്ക് പേടിയായി. ദൈവമേ, കുട്ടി ഉണ്ടായാൽ ഇതിൻ്റെ ജീവിതവും ദുരിതപൂർണ്ണമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ജനിച്ച ഉടനെ തന്നെ അവൾ കുട്ടിയെ ഒരു മലമുകളിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. പക്ഷേ വീരന്മാരുടെ എല്ലാം കാവലാളായ ഒരു ദേവതയില്ലേ, എഥീന കുട്ടിയെ കാണുകയും അവനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ വെച്ച് ഒരു ദിവസം കുട്ടിക്ക് പാല് കൊടുക്കാൻ ഹെരയോട് ആവശ്യപ്പെട്ടു. ഓമനത്തുള്ള കുഞ്ഞിനെ കണ്ട് ഹെര പാല് കൊടുക്കാനായി തുടങ്ങിയതും ഹെർക്കുലീസിന് ദേവരാജാവിൻ്റെ ശക്തിയും കൂടെ ഉണ്ടെന്ന് ഓർക്കണം. അവൻ ശക്തിയായി പാല് വലിച്ചു കുടിച്ചു. മാർഗത്തിലെ വേദന സഹിക്കാൻ വയ്യാതെ ഹെര അവനെ വലിച്ചു മാറ്റിയപ്പോൾ അവൻ്റെ വായിൽ നിന്നും ചീറ്റിത്തെറിച്ച് ആ പാല് വീണിട്ടാണ് മിൽക്കി വേ എന്ന ഗാലക്സി ഉണ്ടായതെന്നാണ് ഒരു കഥ പറയുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുട്ടിയെ ഉപേക്ഷിച്ച ആൽക്മിനിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയോ മറ്റോ അഥീന അവനെ ആൽക്മിനിയുടെയും ആംഫിട്രിയോണിൻ്റെയും കൈകളിൽ തന്നെ ഏൽപ്പിച്ചു. അയാൾ ആംഫിട്രിയോണിൻ്റെ മകനായി തന്നെയാണ് വളർന്നതും. ആൽസിഡസ് എന്ന പേരുള്ള കുട്ടി എങ്ങനെയാണ് ഹെറാക്ലിസ് ആയത്? ഹെറാക്ലിസ് എന്ന് വെച്ചാൽ ഗ്ലോറി ഓഫ് ഹെര, ഹെരയുടെ അഭിമാനം എന്നാണ്. ഹെരയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൽക്മിനി പേരിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹെരയുടെ കോപം അങ്ങനെ തണുത്തൊന്നുമില്ല. കുട്ടിയായിരിക്കുമ്പോൾ പോലും ഹെറാക്ലീസിനെ ഉപദ്രവിക്കാൻ ഹെര ശ്രമിച്ചിരുന്നു. ആ കഥ നമുക്ക് നോക്കാം. 2 സർപ്പങ്ങളെ ഹെര വിട്ട കഥ. തൊട്ടിൽ കിടക്കുകയായിരുന്ന ഹെറാക്ലിസിൻ്റെയും ഇഫിക്ലിസിൻ്റെയും അടുത്തേക്കാണ് സർപ്പങ്ങൾ എത്തിയത്. ഇഫിക്ലിസ് പേടിച്ച് നിലവിളിച്ചെങ്കിലും ഹെറാക്ലിസ് 2 സർപ്പങ്ങളെയും കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. ആംഫിട്രിയോണിൻ്റെ കൊട്ടാരത്തിൽ വളരെ മിടുക്കനായ ഒരു ഗുരുനാഥനെയാണ് ഹെർക്കുലീസിന് ലഭിച്ചത്. കൈറോൺ എന്നു പേരായ ഒരു സെൻറ്റോർ. ഈ സെൻറ്റോറുകൾ എന്താണെന്ന് നമ്മൾ മറ്റു പല കഥകളും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ മുഖവും പകുതി ശരീരവും ബാക്കി കുതിരയുടെ ഉടലുകളുമുള്ള ഗ്രീക്ക് പുരാണങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ജീവികളാണ് സെൻറ്റോറുകൾ. സെൻറ്റോറുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കഥകളുണ്ട്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സെൻറ്റോറായ കൈറൺ ആയിരുന്നു ഹെർക്കുലീസിൻ്റെ ഗുരുനാഥൻ. അതേപോലെ തന്നെ സംഗീതവും മറ്റും പഠിപ്പിക്കാനായിട്ട് ലിനസ് എന്ന പേരുള്ള ഒരു ഗുരുനാഥനുണ്ടായിരുന്നു ഹെർക്കുലീസിന്. ഹെരയുടെ ദേഷ്യം കൊണ്ടോ ഹെരയുടെ പ്രതികാര ബുദ്ധി കൊണ്ടോ എന്തോ ഹെർക്കുലീസിൻ്റെ ഒരു പ്രധാന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദേഷ്യം. ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരു നായകനായിരുന്നു നമ്മുടെ ഹെർക്കുലീസ്. ദേഷ്യം മൂത്ത് ഒരു ദിവസം സംഗീത അധ്യാപകനെ അങ്ങ് കൊന്നുകളഞ്ഞു. പിന്നെ ദേഷ്യം മാറി സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാനും ഹെർക്കുലീസ് തയ്യാറായെന്ന് ഒരു കഥ പറയുന്നുണ്ട്. പ്രായശ്ചിത്തമായി തൻ്റെ പിതാവിൻ്റെ ഉടമസ്ഥതയിൽ ഒരു കാലിത്തൊഴുത്തിൽ കാലികളുടെ മേൽനോട്ടത്തിനുള്ള ജോലിയാണ് ഹെർക്കുലീസിന് കിട്ടിയത്. അവിടെ വെച്ച് 2 ദേവതമാർ പ്രത്യക്ഷപ്പെടുകയും
എളുപ്പമുള്ള സുന്ദരമായ ഒരു ജീവിതം വേണോ അതോ ദുരിതങ്ങൾ നിറഞ്ഞ എന്നാൽ ധീരോദാത്തമായ ജീവിതം വേണോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത്തേത് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നൊരു കഥയുണ്ട്. കുട്ടിക്കാലവും കുട്ടിക്കഥകളും ഒക്കെ കഴിഞ്ഞ് ഹെർക്കുലീസ് വളർന്ന് യുവാവായപ്പോൾ തീബ്സിലെ രാജകുമാരിയായ മെഗേറയാണ് കല്യാണം കഴിച്ചത്. മെഗേറയും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുകയായിരുന്നു ഹെർക്കുലീസ്. പക്ഷേ ഹെരയുടെ കോപത്തിന് പിന്നെയും ശമനമുണ്ടായില്ല. ഹെര വീണ്ടും അടുത്ത പ്രയോഗത്തിലേക്ക് കടന്നു. വീണ്ടും ഹെർക്കുലീസിനെ ഭ്രാന്തനാക്കി. ഭ്രാന്തിൻ്റെ ആധിക്യത്തിൽ പാവം തൻ്റെ ഭാര്യയും കുട്ടികളെയും കൂടി കൊന്നുകളഞ്ഞു. ബോധമൊക്കെ തിരിച്ചു വന്ന് ഭ്രാന്തൊക്കെ മാറിയപ്പോഴേക്കും ആ ചെയ്ത പാപത്തിനെ പറ്റി ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലാണ്ടായി ഹെർക്കുലീസിന്. ഹെർക്കുലീസ് നേരെ ഡൽഹിയിലേക്ക് പോയി. അപ്പോളോയുടെ പ്രവാചകയെ കണ്ട് എന്താണ് തനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗം, ഈ കുറ്റബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാപത്തിൽ നിന്ന്. കാരണം ഗ്രീക്കുകാർക്കിടയിൽ രക്തബന്ധത്തിലുള്ളവരെ കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കുറ്റകൃത്യമാണ്. അറിവോടെ അല്ലെങ്കിൽ പോലും അത് ചെയ്തത് തെറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതിനായിട്ട് അപ്പോളോയുടെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് യുറിത്തേസ് എന്ന് പറയുന്ന രാജാവുണ്ട്, ഹെർക്കുലീസിൻ്റെ തന്നെ ഒരു കസിനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹം പറയുന്ന 12 കഠിന ജോലികൾ ഹെർക്കുലീസ് ചെയ്തു തീർക്കുക. അപ്പോൾ ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ അതിനെ കണക്കാക്കാവുന്നതാണ്. ഹെർക്കുലീസിൻ്റെ ഈ 12 ജോലികൾ എന്ന് പറയുന്നത് ഗ്രീക്ക് കഥകളിലുടനീളം പ്രസിദ്ധമാണ്. നമ്മൾ ഈ ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. ഈ 12 കഥകളെ പറ്റി ഒരു പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹെർക്കുലീസ് ആ 12 കഠിന ജോലികളും തീർത്തു എന്നുള്ള കാര്യം മാത്രം നമുക്കിപ്പോൾ പറയാം. എന്നിട്ട് ഹെർക്കുലീസിൻ്റെ ബാക്കി ജീവിതത്തിലേക്ക് കടക്കാം. 12 കഠിന ജോലികളെല്ലാം തീർത്ത് വീരനായി തിരിച്ചു വന്ന ഹെർക്കുലീസ് ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കാനായി അവളുടെ അച്ഛൻ ഏർപ്പാടാക്കിയ മത്സരങ്ങളിലൊക്കെ വിജയിച്ചു വന്നു. പക്ഷേ വിജയിച്ചു വന്നപ്പോൾ അവളുടെ അച്ഛനും സഹോദരങ്ങളും കല്യാണത്തിന് തയ്യാറായില്ല. ഇഫിറ്റസ് എന്ന പേരുള്ള അവളുടെ ഒരു സഹോദരൻ മാത്രം ഹെർക്കുലീസിന് ഒപ്പം നിന്നു. പക്ഷേ വീണ്ടും ഭ്രാന്തിൻ്റെ മൂർധന്യത്തിൽ ഇഫിറ്റസിനെ ഒരു ഭിത്തിയിലിടിച്ച് കൊന്നുകളഞ്ഞു ഹെർക്കുലീസ്. വീണ്ടും പ്രായശ്ചിത്തമായി. ഇത്തവണ ഉംഫാല എന്ന് പറയുന്ന ഒരു രാജകുമാരിയുടെ അടിമയായി 1 വർഷത്തോളം സ്ത്രീവേഷത്തിൽ കഴിയാനായിരുന്നു ഹെർക്കുലീസിൻ്റെ നിയോഗം. ഒരുമാതിരിപ്പെട്ട ഗ്രീക്ക് ദേവന്മാരെ പോലെ എല്ലാം തന്നെ ആയിരുന്നു ഹീറോ ആയ ഹെർക്കുലീസും. ഒരുപാട് ഭാര്യമാരും കുട്ടികളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും മെഗേറയുടെ മരണത്തിന് ശേഷം വിവാഹം കഴിച്ചത് ഡയനറ എന്ന് പറയുന്ന ഒരു രാജകുമാരിയാണ്. ഡയനറയും ഹെർക്കുലീസും തമ്മിൽ വളരെ ഇഷ്ടത്തിലായിരുന്നു. അവർക്ക് കുട്ടികളുണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് നെസസ് എന്ന് പറയുന്ന മറ്റൊരു സെൻറ്റോറിനെ ഹെർക്കുലീസ് വധിക്കാനിടയായത്. ആ സെൻറ്റോറിനെ കൊന്ന കഥ ഹെർക്കുലീസിൻ്റെ മരണത്തിലേക്ക് തന്നെ എത്തിച്ചൊരു കഥയാണ്. അത് നമുക്ക് പറയാം. ഹൈഡ്ര എന്ന ജീവിയുടെ കടുത്ത വിഷം പുരണ്ട അമ്പുകൊണ്ടാണ് നെസസ് എന്ന സെൻറ്റോറിനെ ഹെർക്കുലീസ് കൊന്നത്. ഈ ഹൈഡ്രയുടെ വിഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വീരനായ വളരെ ശക്തിമാനായ ആൾക്ക് പോലും ആ വിഷത്തിൻ്റെ ശക്തിയെ തടുക്കാനാവില്ല. ഇത് മനസ്സിലാക്കിയ നെസസ് മരണസമയത്ത് തൻ്റെ രക്തമൊക്കെ ഒരു തുണി ഡയനറയ്ക്ക് കൊടുത്തിട്ട് ഹെർക്കുലീസിനെ എന്നെന്നും നിൻ്റേതാക്കാൻ ഇത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. മരണവിപ്രാളത്തിൽ പറയുന്ന കാര്യമായതുകൊണ്ട് ഡയനറ വിശ്വസിക്കുകയും ചെയ്തു. ഹെർക്കുലീസ് മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാവുന്നു തോന്നിയ സമയത്ത് ഡയനറ ഹെർക്കുലീസിന് തന്നോടുള്ള ഇഷ്ടം പോകാതിരിക്കാനായിട്ട് ഈ തുണിയിലുള്ള രക്തം ഹെർക്കുലീസിൻ്റെ ശരീരത്തിൽ പുരട്ടി. അതിൻ്റെ ഫലമോ ഭീകരമായിരുന്നു. ആ വിഷം ശരീരത്തിൽ പ്രവേശിച്ചത് മുതൽ ഹെർക്കുലീസിന് താങ്ങാനാവാത്ത വേദനയായി. ശരീരം മുഴുവൻ കൊത്തി വലിക്കുന്ന വേദന. ഇത്രയും വീരനും സാഹസക്കാരനുമായ ഹെർക്കുലീസിന് പോലും സഹിക്കാൻ പറ്റാത്ത വേദന സഹിക്കാൻ വയ്യാതെ മരിക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് വേണമെങ്കിൽ പറയാം, സ്വന്തം ചിതയൊരുക്കാൻ തന്നെ ഹെർക്കുലീസ് തയ്യാറായി. ഹെർക്കുലീസിൻ്റെ ഈ അതിവേദന ഡയനറയ്ക്കും സഹിക്കാനായില്ല. താൻ കാരണമാണല്ലോ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതെന്നുള്ള ചിന്ത അവളെയും സ്വയം ജീവൻ ഒടുക്കാൻ പ്രേരിപ്പിച്ചു. ഹെർക്കുലീസ് അനുയായികളോട് പറഞ്ഞ് തൻ്റെ ശരീരം ദഹിപ്പിക്കാനുള്ള ചിതയുണ്ടാക്കി. എന്നിട്ട് അതിൽ കയറി കിടന്നു. ആ വേദന സഹിക്കാൻ വയ്യാതെ അങ്ങനെ വീരനായ സാഹസികനായ ഗ്രീക്ക് കഥകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഹെർക്കുലീസിൻ്റെ അന്ത്യം. പക്ഷേ ഇത്രയും വീരനും ധീരനുമായ ഹെർക്കുലീസിൻ്റെ അന്ത്യം ഇങ്ങനെയാണോ? അല്ല. അപ്പോതേസിസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് മനുഷ്യരുടെ ഗണത്തിൽ നിന്നും ദേവന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടൽ. ഹെർക്കുലീസ് ഒരു മോർട്ടൽ വുമൻ്റെ മകനാണ്. ഹെർക്കുലീസിനെ സ്യൂസ് ബാക്കി ദേവന്മാരുടെ, അതായത് ഹെരയും കൂടി ഉൾപ്പെട്ട ദേവന്മാരുടെ സമൂഹത്തോടു കൂടി ദൈവങ്ങളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി. അതിനെയാണ് അപ്പോതേസിസ് എന്ന് പറയുന്നത്. സ്യൂസ് പറഞ്ഞതിന് പ്രകാരം ഹെര ഉൾപ്പെടെയുള്ള ദേവന്മാർ ഹെർക്കുലീസിന്
ദേവസ്ഥാനം കൊടുക്കാൻ സമ്മതിച്ചുവെന്നും ഹെരയും അന്നുവരെ ഉണ്ടായിരുന്ന തൻ്റെ ശത്രുതയെല്ലാം മറന്ന് തൻ്റെ മകളായ ഹെബയെ ഹെർക്കുലീസിന് വിവാഹം കഴിച്ചു കൊടുത്തുവെന്നാണ് കഥ. അങ്ങനെ ഭൂമിയിൽ മരണശേഷം സ്വർഗത്തിൽ ചെന്നിട്ട് മനോഹരമായ ഒരു ജീവിതമാണ് ഹെർക്കുലീസിനെ കാത്തിരുന്നത്. അങ്ങനെ നമുക്കൊരു ശുഭപര്യവസായി തന്നെ ഹെർക്കുലീസിൻ്റെ കഥ അവസാനിപ്പിക്കാം. ഗ്രീക്ക് വീരന്മാരെ പറ്റി പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന പേരാണ് ഹെർക്കുലീസിൻ്റെത്. ഹെർക്കുലീസിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആ 12 ലേബേഴ്സിനെ പറ്റിയുള്ള വീഡിയോയുമായി സാനിങ്കി സ്പീക്സ് വീണ്ടും വരും. ബാക്കിയുള്ള ഒളിമ്പ്യൻ ദേവന്മാരെ പറ്റി കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ കൂടി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.